ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രസിദ്ധമായ ഒരു നീഗ്രോ സ്പിരിച്വൽ ഉണ്ടല്ലോ, വേർ യു ദേർ വെൻ ദേ ക്രൂസിഫൈഡ് മൈ ലോർഡ്, വേർ യു ദേർ വെൻ ദേ ക്രൂസിഫൈഡ് മൈ ലോർഡ്. എൻ്റെ കർത്താവിനെ ക്രൂശിച്ചപ്പോൾ നീയും അവിടെ ഉണ്ടായിരുന്നു. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണിത്. നാമും ഇതിന് ഉത്തരം കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നാം ക്രൂശിന്റെ ചുവട്ടിലാണ്. എന്തിനു വേണ്ടിയാണ്? അവന്റെ സ്നേഹമൊഴികൾ ശ്രവിക്കുവാനും അതിനെ അനുസരിക്കുവാനും അനുകരിക്കുവാനുമാണ്. ദുഃഖവെള്ളിയാഴ്ചത്തെ ചിന്തകൾക്ക് ഒരു തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഇപ്രകാരം പറയാം: എ കൺഫ്രണ്ടേഷൻ വിത്ത് ക്രൈസ്റ്റ് ഓഫ് കാൽവറി. കാൽവറിയിലെ ക്രിസ്തുവുമായിട്ടുള്ള ഒരു അഭിമുഖം എന്ന്. മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരനായവൻ കേവലം ഒരു കുറ്റവാളിയെ പോലെ ആകാശത്തിനും ഭൂമിക്കും മീതെ ക്രൂശിൽ കിടക്കുന്നു. ഈ ദിനത്തിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. ഇതിനെക്കുറിച്ച് പറയുന്നത് ദി ഡേ ഓഫ് റിഡംഷൻ എന്നാണ്. വീണ്ടെടുപ്പിന്റെ ദിനം എന്ന് ദുഃഖവെള്ളിയാഴ്ചത്തെ കുറിച്ച് പറയാറുണ്ട്. ദി ഡേ ഓഫ് മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്സ് മേഴ്സി, ദൈവത്തിന്റെ കൃപയുടെ വെളിപ്പെടുത്തൽ ദിവസം എന്നതിന് പറയാറുണ്ട്. അത് മാത്രമല്ല, ദി ക്ലൈമാക്സ് ഓഫ് ഗോഡ്സ് ഗ്ലോറി, ദൈവ മഹത്വത്തിന്റെ പാരമ്യം ദർശിക്കുന്ന ദിവസം എന്നും പറയാറുണ്ട്. പ്രസിദ്ധ ചിന്തകനായ കാർലൈൽ ഇപ്രകാരം പറഞ്ഞു: ലാംഗ്വേജ് ഈസ് ദി ഗാർമെന്റ് ഓഫ് തോട്ട്. ചിന്തയുടെ വസ്ത്രമാണ് ഭാഷ എന്ന്. മനുഷ്യന്റെ മനസ്സ് അറിയുന്നത് അവന്റെ വാക്കുകളിലൂടെയാണ്. ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ് വാക്കുകളിലൂടെ സ്പഷ്ടമാകുന്നതെന്ന് ഇത് മത്തായി എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇതാ ഒരുവൻ വാക്കിലും പ്രവൃത്തിയിലും സർവ സമ്പൂർണനായവൻ, who was perfect in words and deeds എന്ന് വേണമെങ്കിൽ പറയാം. അവൻ ക്രൂശിൽ നിന്ന് സംസാരിക്കുന്നു. യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ വന്ന പടയാളികൾ പറഞ്ഞു, ഇവൻ സംസാരിക്കുന്നത് പോലെ ആരും സംസാരിച്ചിട്ടില്ല എന്ന്. യേശു കർത്താവ് തന്നെ പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല എന്ന്. Heaven and earth shall pass away, but my words shall not pass away. പലരുടെയും അന്ത്യമൊഴികൾ മാർബിൾ ലിഖിതങ്ങളാകുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെത് ഹൃദയത്തിന്റെ പേശികളിൽ, ഹൃദയത്തിന്റെ ഭിത്തികളിൽ പെർമനന്റ് ആയിട്ട് രേഖപ്പെടുത്തപ്പെട്ടവയാണ് എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. ക്രൂശിലെ ഒന്നാമത്തെ മൊഴി നാം ദർശിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിലാണ്. ഫാദർ, forgive them, for they do not know what they are doing. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് ആ പ്രാർത്ഥന. ക്രൂശിലെ കൊടും വേദനയുടെ നടുവില് പിതാവിനോട് ആത്മബന്ധം പുലർത്തുന്ന ഒരു പുത്രനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ മൊഴിക്ക് ഒരു തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം: ക്രൈസ്റ്റ് ഇന്റർസെഷൻ, ക്രിസ്തുവിന്റെ മധ്യസ്ഥത എന്ന്. വേദനയോടുകൂടി ക്രൂശിൽ കിടക്കുമ്പോൾ, എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്നാണ് പറയുന്നത്. ക്രൂശിലെ കൊടും വേദന സഹിക്കാൻ പാടില്ലാത്തതാണ്. ആ വേദനയുടെ നടുവിലും പിതാവുമായിട്ട് ആത്മബന്ധം തുടരുന്ന ഒരു പുത്രൻ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും പ്രാർത്ഥനയോടുകൂടിയാണ്. അത് മാത്രമല്ല, ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രാർത്ഥന തനിക്ക് വേണ്ടിയല്ല, തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടിയാണ്. ഇതിനാണ് പറയുന്നത് ഡിവൈൻ മേഴ്സി ഇൻ ആക്ഷൻ എന്ന്. ദൈവത്തിന്റെ ദിവ്യമായ ദയ, ദൈവത്തിന്റെ അളവറ്റ ദയ ഇവിടെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. ക്ഷമിക്കുവാനും മറക്കുവാനും പലപ്പോഴും നമുക്ക് കഴിയാതിരിക്കുമ്പോൾ യേശു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് തന്റെ പിതാവിനോട് പറയുന്നു, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. തിരുവചനം പറയുന്നു, അവരുടെ പാപങ്ങളെ ഇനി ഞാൻ ഓർക്കയില്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും ശരി, ഈ ആദ്യ മൊഴിയില് രണ്ട് പ്രധാന ചിന്തകൾ അടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്, ദി ബ്ലൈൻഡിങ് പ്രൊപ്പൻസിറ്റീസ് ഓഫ് സിൻ, പാപം ചെയ്യുവാനുള്ള മനുഷ്യന്റെ പ്രവണത അഥവാ ടെൻഡൻസി, വാഞ്ച, താല്പര്യം എന്നിവയാണിത്. ജനങ്ങൾക്ക് തങ്ങൾ ചെയ്യുന്നതിന്റെ ഗൗരവം, അതിന്റെ സീരിയസ്നെസ് അറിയാൻ പാടില്ലായിരുന്നു. അതോ അജ്ഞതയാണോ അവരെ ഭരിച്ചിരുന്നത്? ഇന്നത്തെ ലോകത്തിന്റെ വലിയ പ്രശ്നം ഇഗ്നറൻസ് എന്നുള്ളതാണ്.
മനുഷ്യന് അറിവുണ്ട് എന്നൊരു ഭാവമുണ്ട്, പക്ഷെ അവന് തിരിച്ചറിവില്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ദി ബ്ലെസ്സഡ് പ്രൊവിഷൻ ഫോർ സിന്നേഴ്സ് എന്നുള്ളതാണ്. പാപികൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ അത്യപൂർവമായ കരുതൽ. ഹി വാസ് എ മാൻ ഫോർ അതേഴ്സ് എന്ന് പറയാറുണ്ട്. എല്ലാവരും തങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഇതാ ഒരുവൻ ചരിത്രത്തിലേക്ക് ഇറങ്ങി വരുന്നു, നമുക്ക് വേണ്ടി ജീവിക്കുന്നു, നമുക്ക് വേണ്ടി മരിക്കുന്നു, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് അവൻ ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവൻ ഒഴിഞ്ഞു വെച്ച കർത്താവ് പറയുന്നു, പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്ന്. പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ അതിന്റെ ശരിയായിട്ടുള്ള ഇംപ്ലിക്കേഷൻ forgive them and condemn me എന്നാണ്. നീ അവരോട് ക്ഷമിക്കുക, പക്ഷെ എന്നെ ശിക്ഷിക്കുക എന്നാണ് യേശു കർത്താവ് പറയുന്നത്. നമ്മുടെ ശിക്ഷ അവന്റെ മേലായി എന്ന് തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി അവൻ പാപമാക്കി തീർത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് നിഷ്കളങ്കനായ യേശു കർത്താവ് നമുക്ക് വേണ്ടി പാപമായി തീരുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. പിതാവ് അവരോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ എന്നെ ശിക്ഷിച്ചു കൊള്ളുക എന്നാണ് അതിന്റെ അർത്ഥം. അവരെ രക്ഷിക്കുക, എന്നെ ശിക്ഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, അവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നാം കർത്താവിന്റെ ശിഷ്യന്മാരെന്ന് പറയാറുണ്ട് പുറമെ, പക്ഷെ നമ്മുടെ പ്രവർത്തനത്തില് ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സത്യം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ഈ ആദ്യത്തെ മൊഴി നമ്മെ പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ നാം യഹോവയോട് പാപം ചെയ്യുന്നു എന്ന് ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ മറന്നാണ് ജീവിക്കുന്നത്. എന്നാൽ ഇതാ ഒരുവൻ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യാഥാർത്ഥ്യമായി കാണുവാൻ കഴിയുമോ? ഈ ആദ്യത്തെ മൊഴി നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ റെസ്പോൺസ് എന്താണ്, നമ്മുടെ പ്രതികരണം എന്താണെന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്? ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാൻ നാം കടപ്പെട്ടവരാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. അത് മാത്രമല്ല, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ നാം മാക്സിമം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കർത്താവാണ് അതിന്റെ റോൾ മോഡൽ. അതുകൊണ്ട് ആദ്യത്തെ മൊഴി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലും എന്തെല്ലാം ഭാരങ്ങളും പ്രതിസന്ധികളും വന്നാലും ശരി, അവനോട് മാത്രം പറ്റിച്ചേർന്ന് നിൽക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. നമുക്ക് ഈ അവസരത്തില് എൻ്റെ കർത്താവേ, ഞാന് നിന്റെ മൊഴിയോട് ഞാൻ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഏറ്റുപറയാം. അത് മാത്രമല്ല, മറ്റുള്ളവരെ നമ്മുടേതെന്ന് കരുതുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ നമുക്ക് വേണ്ടി യാഗമായി തീരുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിലേക്ക് അവതരിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയും ചെയ്യുന്നതിനാലെ സ്തോത്രം. നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ അങ്ങേ പോലെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാനും പാപത്തിൽ ഒഴിഞ്ഞു നിൽപ്പാനും നീ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ തുടർന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.